പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ശ്രദ്ധയിലേക്കാണ് ഈ വാർത്ത. തിരുവനന്തപുരത്ത് നടന്ന സ്കൂൾ കായികമേള വിദ്യാഭ്യാസ വകുപ്പ് ഭംഗിയായി നടത്തി. കായികമേളയ്ക്കായി കേരളത്തിൽ ആദ്യമായി താൽക്കാലിക ഇൻഡോർ സ്റ്റേഡിയം സർക്കാർ ഒരുക്കിയത് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു. കായികമേള ഭംഗിയായി അവസാനിച്ചപ്പോൾ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇതാണ്. ഗ്രൗണ്ടിനെയും അവിടെ പരിശീലിക്കാൻ വരുന്നവരെയും അധികൃതർ മറന്നു. കഴിഞ്ഞ ഒരു മാസക്കാലമായി സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ ഈ കാണുന്നതാണ്. നിങ്ങൾ കാണുന്നില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കളിക്കാരായിട്ട് കുറേ ചെറുപ്പക്കാരും അതുപോലെ തന്നെ വയസ്സായ ആൾക്കാരൊക്കെ ഒരുപാട് ഇവിടെ വരുന്നൊരു സ്ഥലമാണ് ഈ സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഒന്ന് പൊളിച്ചു മാറ്റുന്നത് ഓക്കെ, പൊളിച്ചു മാറ്റുമ്പോൾ നല്ല രീതിയിൽ അതിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കണം. ശരി, ഗ്രൗണ്ടല്ലേ ഇത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുന്ന രാവിലെ ഉപയോഗപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയും. നടുക്ക് മുഴുവൻ വലിയ ചാലുപോലാക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ ഒരു പരിപാടിയൊക്കെ നടക്കുമ്പോൾ ഞങ്ങളൊക്കെ പോലെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ കളിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയം ഒക്കെ ആകുമ്പോഴേ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ വരുന്നത്. പലപ്പോഴും ഞങ്ങൾ പൈസ കൊടുത്തന്നെ ഇവിടെ കളിക്കുന്നതൊക്കെ. ഈ ഗ്രൗണ്ട് മെയിൻറ്റെയിൻ്റെ അല്ല, ഈ സ്ലാബുകൾ തന്നെ പലതും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പലപ്പോഴും ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ അനുഭവസ്ഥരാണ്, പലവരും വന്ന് വീഴുന്നുണ്ട്. കായിക താരങ്ങളുടെ വളർച്ചയ്ക്ക് ഒരുപാട് പിന്തുണ നൽകുന്ന ഒരാളാണ് മന്ത്രി വി ശിവൻകുട്ടി. ഇടപെടലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.